നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്ന കുറച്ച് ആപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം നോക്കാം. ഏറ്റവും ആദ്യത്തെ ആപ്പ് ഇതൊരു ആപ്പല്ല, ഇതൊരു വെബ്സൈറ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ആപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിലടിക്കാറുണ്ടോ? എന്നാൽ വെയിലടിക്കാതിരിക്കാനായിട്ട് ഒരു ആപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? വെയിൽ.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവുക. ഈ വെബ്സൈറ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്യാനായിട്ട് കാണും. നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ട്രിവാൻഡ്രം കൊടുക്കുക, ഡെസ്റ്റിനേഷൻ എറണാകുളം കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂര്യപ്രകാശം അധികം ഏൽക്കൂല. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ 4 മണിക്കൂർ നിങ്ങളുടെ മുഖത്ത് സൂര്യൻ അടിക്കും എന്നുള്ളത്. സോ ഇതിന്റെ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബസ്സിൽ കയറുന്നതിന് മുന്നേ ഈ വെബ്സൈറ്റ് ഓൺ ആക്കി നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും കൊടുക്കുമ്പോൾ ഏത് സൈഡിൽ ഇരിക്കണമെന്ന് ഈ വെബ്സൈറ്റ് പറഞ്ഞു തരും. ആ സൈഡിൽ ഇരിക്കുക, നിങ്ങൾക്ക് വെയിലടിക്കില്ല. അടുത്ത ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ആപ്പിൻ്റെ പേര് സ്റ്റാർട്ട് പേജ്. ഇതെല്ലാവർക്കും ഉപയോഗമുള്ള ഒരു ആപ്പാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഉപയോഗപ്രദമാവും. ഒരു സെക്കൻഡ്. സ്റ്റാർട്ട് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഓപ്പൺ ആവാത്ത വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഒരു VPN ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേറെ എക്സ്റ്റേണൽ സോഴ്സിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ഓപ്പൺ ആവില്ല അതെല്ലാം ഇത് ഓപ്പൺ ആക്കി കൈ തരും. ലോക്ക്ഡോ, ക്രാക്ഡോ, ഇന്ത്യയിൽ ബാൻഡോ, ഇല്ലീഗലോ ഏത് വെബ്സൈറ്റ് വേണോ എടുത്തോ എല്ലാം ഓപ്പൺ ആക്കും. ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ഈ ആപ്പ് കുറച്ച് സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. പതിവ് കണ്ടാലും പോരെ. നമുക്ക് ഇടയ്ക്ക് വെച്ച് കുറച്ച് പരാതി ഉണ്ടായിരുന്നു, വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. ആക്ച്വലി വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് ഒക്കെ സിമിലർ ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ പിന്നെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യാത്തത്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു ലൈവ് വാൾപേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. വാൾക്രാഫ്റ്റ് ലൈവ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ആക്കുക. ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവും. വീഡിയോ ലൈവ് വാൾപേപ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പാരലാക്സും ഉണ്ട്. ഈ പാരലാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ആക്സിലറോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ വാൾപേപ്പറും കിടന്നനങ്ങും. വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു വാൾപേപ്പർ ആയിരിക്കും ലൂപ്പായിട്ട് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ എടുക്കാൻ പറ്റും. ആൻഡ് ആക്ച്വലി ഇന്നത്തെ സ്പൈഡർമാൻ്റെയൊക്കെ ഇഷ്ടം പോലെ കിടിലം വാൾപേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്പൈഡർമാൻ, മാർവൽ, അതുപോലെ തന്നെ ആനിമേ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതൊരു ആപ്പല്ല, ഒരു ഐക്കൺ പാക്കാണ്. ആക്ച്വലി റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ആയതാണ്. ഇപ്പോൾ കുറേ പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എനിക്ക് പേഴ്സണലി ഈ ഷേപ്പും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തോ. ജെയ്പ്സ് എന്നാണ് ഈ ഐക്കൺ പാക്കിൻ്റെ പേര്. ഈ ഐക്കൺ പാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഐക്കൺസ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐക്കൺസ് ചേഞ്ച് ചെയ്യാനായിട്ട് വരും. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഐക്കൺസിലേക്ക് ആക്കാം. ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു ഇല പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിലാണ് ഓരോ ഐക്കൺസ് വരുന്നത്. ഓരോ ഐക്കൺസും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആൻഡ് നമ്മുടെ ഫൈനൽ ആപ്പ് എന്ന് പറയുന്നത് എയർ കൺസോൾ. ഈ മാസത്തെ ആപ്പ് സീരീസിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ് എയർ കൺസോൾ. ഇത് ആക്ച്വലി ഒരു ആപ്പാണ്. നിങ്ങൾ എയർ കൺസോൾ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് എയർ കൺസോൾ ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ അകത്തും അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്കൊരു കോഡ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കിട്ടും. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണും നിങ്ങളുടെ കമ്പ്യൂട്ടറും സെയിം വൈഫൈയിലായിരിക്കണം കണക്ട് ചെയ്തിരിക്കേണ്ടത്. ആൻഡ് നിങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഇപ്പോൾ മൾട്ടിപ്ലെയർ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫോണിൻ്റെ അകത്തും എയർ കൺസോൾ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. അവരും സെയിം വൈഫൈയിലായിരിക്കണം കണക്ട് ചെയ്തിരിക്കേണ്ടത്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്തൊരു കോഡ് കിട്ടും. ആ കോഡ് ഈ എയർ കൺസോൾ ആപ്പിൻ്റെ അകത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ റിമോട്ട് പോലത്തെ ഒരു സാധനം നമ്മുടെ ഫോണിൻ്റെ അകത്ത് വരും. അത് വെച്ചിട്ട് ഇഷ്ടം പോലെ കിടിലം ഗെയിമുകൾ അതിനകത്ത് കാണാൻ പറ്റും. ഒരു 10 to 15% ഗെയിമുകളെല്ലാം ഫ്രീ ആണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫ്രീ ഗെയിംസ് തന്നെ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഗെയിമാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരെയും ചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒരു കൺസോളായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കളിക്കാനും പറ്റും. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്പ് സീരീസ്. ഈ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.